അനു ഏതോ കല്യാണത്തിന് പോവാണെന്ന് തോന്നുന്നു. ആ, ഒരു കസിന്റെ കല്യാണമാണ്. അനു പല്ലവിയുടെ കസിനാണോ അതോ ഇനി മറ്റു വല്ലവരുടെയും? അല്ല, സുഹൃത്തുക്കളുടെ കസിന്റെ കല്യാണമായാലും കല്യാണം വിളിച്ചാ പോണല്ലോ അല്ലേ? ഏയ്, ഇത് എന്റെ ഒരു കസിൻ തന്നെയാ. അനു, കല്യാണം ഇന്നാണോ? അല്ല, 2 ദിവസം കഴിഞ്ഞിട്ടാ. ഇന്നാണെന്ന് അല്പം മുൻപ് പറഞ്ഞവളാ. പൊടിച്ച കള്ളിയാ, ഒന്നും വിട്ടു പറയില്ല. അല്ല, കളക്ടർ ഇതുവരെ കണ്ടില്ലല്ലോ. എവിടെയെങ്കിലും കല്യാണം മറ്റോ ഉണ്ടാവോ? 1-2 സ്ഥലത്ത് ഇന്ന് പോവാനുണ്ടെന്ന് ഇന്നലെ മാഡം പറഞ്ഞിരുന്നു. മാഡം വരുമ്പോ എന്തെങ്കിലും പറയണോ? വേണ്ട, അന്വേഷണം മാത്രമേ ഉള്ളൂ. ഹലോ, നിനക്ക് ഞാൻ ഒരു പണി കൂടി തരാൻ പോവാ. ആ കളക്ടർ കെട്ട് നല്ലൊരു പണി വെക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അവനടിച്ച ഇടിയെ എന്റെ ചങ്കിനും കരളിനുമാ കൊണ്ടത്. എങ്കിൽ അരുവിക്കര സബ് രജിസ്ട്രാർ ഓഫീസിൽ ഇന്നൊരു കല്യാണം നടക്കുന്നുണ്ട്. 11 മണിക്ക്. സംഭവം വല്ലോ തടയോ? ഉറപ്പല്ലേ? നീയൊന്ന് ചെന്നു നോക്ക്. ഒരു പണിക്കുള്ള വക ചിലപ്പോ കിട്ടിയാലോ. ഓക്കെ, ശ്രമിച്ചോയാം. കിട്ടിയാലേ ഒന്നും നോക്കണ്ട. ഏതൊക്കെ രീതിയിൽ നാറ്റിക്കാമോ ആ രീതിയിലൊക്കെ അവരെ നാറ്റിക്കണം. 7 കുളത്തിൽ കുളിച്ചാലും ആ നാറ്റം മാറരുത്. ഓക്കെ? ഓക്കെ. ഇനി ബാക്കി കാര്യം അവൻ നോക്കിക്കോളും. അതെ, കളക്ടർ പറഞ്ഞ കല്യാണ പാർട്ടിക്കാരല്ലേ നിങ്ങൾ? അതെ അതെ അതെ. എന്നിട്ട് എന്താ ആരും ഇതുവരെ വന്നില്ലേ? അല്ല, പെണ്ണും കൂട്ടർ ഇപ്പൊ എത്തും. അപ്പൊ ചെക്കനും കൂട്ടരും? അവരും ഉടനെ എത്തും. അതെ, 11 മണിക്കാണ് പറഞ്ഞിരിക്കുന്നത്. ആ സമയത്ത് വന്നാലും വന്നില്ലെങ്കിലും ഞാൻ വിളിക്കുവേ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അല്ല, ഇതിപ്പോ എന്താ ആരും വരാത്തേ? ഏട്ടത്തേം എത്തി. ഇതെന്താ ആരും എത്തിയില്ലേ? വിളിച്ചപ്പോ ചന്ദ്രയും കൊണ്ട് വേലകാരനും കുടുംബം പോകുന്നുണ്ടെന്ന് അറിഞ്ഞു. പ്രകാശന്റെ കാര്യത്തിലും ആശാന്റെ കാര്യത്തിലും ഒരു വിവരം അറിഞ്ഞിട്ടില്ല. വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ഈ ആശാൻ ഇതെവിടെ? അല്ല, ശിവനാശാനേ. മഹേന്ദ്രൻ അയാളുടെ കുരുട്ട് ബുദ്ധിയിൽ എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ടുണ്ടാവോ? അല്ല, ഇത് മുടക്കാൻ പ്രകാശനെ മാറ്റിയാലും മതിയല്ലോ. ഞാൻ ഒന്നുകൂടെ ആശാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അല്ല, വിളിച്ചു നോട്ടെ. റിംഗ് ഉണ്ട്, പക്ഷെ ഫോൺ എടുക്കുന്നില്ല. ചേച്ചി, പ്രകാശിനെ വിളിച്ചിട്ട് ഫോൺ ഔട്ട് ഓഫ് റേഞ്ച് എന്നാ കാണിക്കുന്നത്. ഞാനും വിളിച്ചു. ചിലപ്പോ റേഞ്ച് കിട്ടാഞ്ഞിട്ടായിരിക്കും. നീ വാ, അകത്തേക്കിരിക്കാം. വാ. മാഡം നമസ്കാരം, അകത്തേക്കിരിക്കാം. ഇറ്റ്സ് ഓക്കെ. പെണ്ണെത്തിയല്ലോ, ഇനി ചെക്കനും കൂടെ വന്നാ പോരെ? അതെ, ഓൺ ദ വേ ആണ്. 11 മണിക്ക് മുമ്പായിട്ട് എന്തായാലും എത്തും. എത്തിയാൽ കല്യാണം നടക്കും.
ഒന്ന് വിളിച്ച് നിങ്ങളുടെ ആൾക്കാരെ അടുത്ത് നിർത്തിക്കോ. ആ. ഞാൻ സാറുമായിട്ട് സംസാരിച്ചിട്ട് ഉടനെ വരാം. മാഡം, അകത്തേക്ക് ഇരിക്കാം. ഇറ്റ്സ് ഓക്കെ. ആ, പെണ്ണൊക്കെ എത്തി. പറഞ്ഞ സമയത്തിന് 5 മിനിറ്റ് നേരത്തെ എത്തിച്ചു. എവിടെ ചെറുക്കൻ? കാര്യങ്ങളെല്ലാം ഏറ്റ ശിവനെവിടെ? ചെറുക്കനെത്തണമെങ്കിൽ ശിവൻ പോവേണ്ട അവസ്ഥ വന്നോ? അല്ല, മഹേന്ദ്രനായതുകൊണ്ട് ചോദിച്ചതാ. കുളിച്ച കുറിയും തൊട്ട് കല്യാണ ചെക്കൻ ഇത് എങ്ങോട്ടാ? എനിക്ക് പലയിടത്തേക്കും പോകാനുണ്ടാവും. അതൊക്കെ തന്നോട് പറയണമെന്നുണ്ടോ? ചെക്കൻ രാവിലെ തന്നെ ഹൈ ടെമ്പറേച്ചറിലാണല്ലോ. എടാ മക്കളെ, നമുക്ക് ഇവനെ ഒന്ന് തണുപ്പിച്ചാലോ? അതിനെന്താ, നല്ല ഭംഗിയായിട്ട് തണുപ്പിക്കാം. കുളുവിൽ കൊണ്ടുപോകണോ, മണാലി കൊണ്ടുപോകണോ, അതോ ഊട്ടി കൊണ്ടുപോകണോ? എവിടെയാണെങ്കിലും പോകാൻ ഞങ്ങൾ റെഡിയാ. എന്നാ പിന്നെ പയ്യനെ പൊക്കി വണ്ടിയിലോട്ടിട. നമുക്കിവനെ ഊട്ടിയിലോട്ട് തന്നെ പറഞ്ഞുകൂടാ. നിങ്ങൾ എന്തേ കാണിക്കുന്നേ? നിന്നെ ഊട്ടിയിലേക്കല്ലേടാ കൊണ്ടുപോകുന്നത്, അല്ലാതെ സോമാലിയയില് പട്ടിണിക്കരാണെന്നല്ലോ. പിടിച്ച് കേട്ടവനെ നടക്കണം അങ്ങോട്ട്, നടക്കാൻ. അവനെ അങ്ങ് വിട്ടേക്ക്, പോട്ടെ. നിങ്ങളുടെ കൂടെ ഞാൻ വന്നാ മതിയോ? നമുക്ക് നല്ല പാട്ടൊക്കെ കേട്ട് നല്ല ഡപ്പാങ്കു താടി അങ്ങ് പോവാം. സാർ ഇതിൽ ഇടപെടരുത്. ഇടപെടരുതെന്നോ? ഈ അടി ഇതിലിടപെട്ടതുകൊണ്ട് തന്നതല്ല. അച്ഛന്റെ ചട്ടുകുമായി നിന്നുകൊണ്ട് നീ എന്റെ പെങ്ങളെ കൊല്ലാൻ വന്നതിന് തന്നതാ. എനിക്ക് ശമ്പളം തരുന്നത് മഹേന്ദ്ര മുതലാളിയാ. മുതലാളി പറഞ്ഞ മോളെയല്ല, മോനെ തീർക്കാൻ എനിക്ക് ഒരു മടിയുമില്ല. എങ്കി ആ അച്ഛന്റെ മകൻ പറയുന്നു, ഇപ്പോ ഇവിടെ വെച്ച് നീ എന്നെ തീർത്ത് കാണിക്ക. ശമ്പളം വാങ്ങിക്കുന്നതിന്റെ കൂറ് കാണിക്കുമെന്നല്ലേ നീ പറഞ്ഞത്? കാണിക്കടാ കൂറ്.